അതെ, ഈ ഒരു സാഹചര്യത്തിൽ നടക്കൂല. എന്താന്ന് വെച്ചാലേ ഇപ്പൊ തന്നെ ഈ വീടിന്റെ ലോൺ, പിന്നെ പിള്ളേരെ പഠിത്തം, പിന്നെ ഇവിടുത്തെ ചെലവ്, ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കേസ് വരിക, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്റെ കൈ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ അവസ്ഥയെ പറ്റില്ല. എന്റെ അളിയ ഇത് അളിയൻ അറിയാമയ സംസാരിക്കുക. ഇതേ കണ്ണായ സ്ഥലമാ, കണ്ണായ സ്ഥലം അറിയാവോ? താണ്ടെ ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്. ഈ 20 സെന്റിന്റെ 3 വശത്ത് റോഡാ. അതെ, എന്ത് വിലയുണ്ടെന്നറിയാം അവിടൊക്കെ. അത് ഇവരിപ്പൊ ഈ അർജന്റായിട്ട് വിൽക്കാൻ കാര്യം എന്താ? അതിന്റെ ഉടമസ്ഥരുടെ കൊച്ചിന്റെ കല്യാണമാ. ഇത് വിറ്റാലേ നടക്കൂ. ഈ സമയത്ത് വാങ്ങിച്ചിട്ടാ 4 വർഷം കഴിയുമ്പം അളിയന്റെ മക്കള് പ്രായമാകുമ്പോ, കല്യാണ പ്രായമാകുമ്പോഴേ അവരുടെ കല്യാണത്തിന് ഇതിനകത്തുനിന്ന് 5 സെന്റ് വിറ്റാൽ മതി. കല്യാണം ഈസിയായിട്ട് കിടക്കും. അല്ല, മണിക്കൂട്ടൻ പറഞ്ഞത് ശരിയാണ്. വിലയൊക്കെ കയറും, ഡെവലപ്പ് ആവുന്ന ഏരിയ ആണ്, അതൊക്കെ ശരി. പക്ഷേ നടക്കൂല മണിക്കൂട്ട. എന്താ വെച്ചാലേ കാശിന് കാശ് തന്നെ വേണ്ടേ? അതെ, എന്റെ അളിയ കാശിന് കാശ് തന്നെ വേണം. ഈ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയാലും ഒന്നും നടക്കത്തില്ല. അത് പിന്നെ എന്റെ കാര്യം എനിക്കല്ലേ അറിയാം. ഇവിടെ 2 അറ്റം കൂട്ടിപ്പിടിക്കാൻ ഞാൻ കിടന്ന് പാടണം. എന്റെ അളിയൻ പറഞ്ഞല്ലോ കാശിന് കാശ് വേണം. ആണല്ലോ, കാശിന് കാശ് മതിയല്ലോ. കാശിന് കാശ്. ഒരു ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ലോൺ തീർന്നിട്ടില്ല, അതല്ലേ? പിന്നെ എവിടെ നിന്നുണ്ടാക്കും കാശ്? എവിടെ നിന്നുണ്ടാക്കും കാശ്? ഇവിടെ നിന്നുണ്ടാക്കുന്നു. അതാണ്ടെ ആ വസ്തു വാങ്ങിക്കാനുള്ള കാശ് ഞാനും എൻ്റെ അച്ഛനും കൂടെ തരും. ഞാനും എൻ്റെ അച്ഛനും കൂടെ തരും. അല്ല മണിക്കണ്ട, അത് ശരിയാവില്ല, അത് ശരിയാവില്ല. എൻ്റെ അളിയ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. അളിയൻ 2 പിള്ളേരുമായി. 5 പൈസ ഞങ്ങൾ സ്ത്രീധനമായിട്ട് തന്നോ? അല്ല തന്നോ? തന്നോ? ഇല്ല. ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ ഇത് സ്ത്രീധനമായിട്ട് കൂട്ടണം. പിള്ളേരൊക്കെ ഇത്രയും വലുതായി ഇനിയിപ്പോ സ്ത്രീധനം തരാനും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു സമ്പാദ്യമായിട്ട് ഞങ്ങൾ ഒരു 20 സെന്റ് വാങ്ങിച്ചു തരിക. എന്താ പറയുന്നത്? അളിയൻ ധൈര്യമായിട്ട് ഇരിക്കുക. ഇല്ല മണിക്കൂട്ടെ, എന്നാലും അത് ശരിയാവില്ല. എന്താ ശരി? അതെ, എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ അത് ശരിയാവില്ല മണിക്കൂട്ട. പിന്നീട് അത് മാനസികമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. എത്ര വലിയ ബന്ധമാണെങ്കിലും അവസാനം അതിൽ വിള്ളൽ ഉണ്ടാവും. അതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂല. അപ്പൊ അളിയന് ഞങ്ങളെ അന്യരായിട്ടാ കാണുന്നല്ലേ? അയ്യോ, എന്നെ അച്ഛനെ അളിയന് അന്യരായിട്ടാ കാണുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അളിയന്റെ പറഞ്ഞു വരുന്ന വർത്താനമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് മലയാളമൊക്കെ അറിയാളിയാ. എന്തോന്ന് മണിക്കൂട്ട, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമൊന്നുമില്ല. പണ്ട് കാലം പോലെ, ആദ്യം കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന കാലം പോലെ അളിയൻ ഞങ്ങളെ കുത്തിയുള്ള വർത്താനങ്ങൾ പറയും. അത് ശരിയായ കാര്യമില്ല അളിയ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. അളിയൻ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് പിടികിട്ടി. എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ 1 സെന്റ് വസ്തുവും 1 ചില്ലിക്കാശ് പോലും അളിയന് വേണ്ട. അളിയൻ പറഞ്ഞു വന്നത് ഞാനും എന്റെ അച്ഛനും വെറും പട്ടികളാണ്. ഇതൊരു കഷ്ടമാണെന്നറിയുമോ? ആങ്ങളെ അതെ, പെങ്ങളും അതെ. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇല്ലാത്ത കാര്യത്തിന് അതിൽ ഇല്ലാത്ത അർത്ഥം കണ്ടോ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടമാണ്. ഇന്നത്തെ ദിവസം പോയി. മണിക്കൂട്ടാ അളിയാ.